ഹലോ ഗായ്സ്, ഞങ്ങൾ സിംഹത്തിനെ കാണാൻ പോവാ. പറഞ്ഞേ, ഞങ്ങൾ സിംഹത്തിനെ കാണാൻ പോവാ. നിങ്ങൾ വരുന്നുണ്ടോ? നിങ്ങൾ വരുന്നുണ്ടോ? വാ, ലെറ്റ്സ് ഗോ. അതെ ഗൈസ്, ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുത്തൂര് മൃഗശാല കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഞാനും ചേട്ടനും ഇതിലും കൂടി അമ്മേനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് പതിയെ പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ, ബസ് ചാർജ്, അതേപോലെ എൻട്രൻസ് ഫീ, എല്ലാത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണുക. കാര്യം നമ്മളെല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇതാണ് നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. അവിടെ തന്നെ നമുക്ക് ഇതേപോലെയുള്ള നല്ല നിൽക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട്, പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ ദിദിലാപ്പിന് പതിവ് പോലെ ഇവിടെ ചെന്നാലും കുറേ ഫ്രണ്ട്സിനെ കിട്ടും. വന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുറച്ച് തിരുവനന്തപുരത്ത് നിന്നുള്ള കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി കേട്ടോ. അപ്പോൾ അവരോട് കുറച്ച് നേരം അവിടെ നിന്ന് കുട്ടികളെ കൂടി കളിച്ചിട്ട് ഞങ്ങൾ നേരെ എൻട്രൻസിലേക്ക് വന്നു. ടിക്കറ്റ് കൗണ്ടറിനെ പറ്റിയിട്ടൊന്നും വലിയ ധാരണകളില്ലാത്തതുകൊണ്ട് നമ്മളവിടെ നിൽക്കുന്ന ഒരു ചേച്ചിനോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ കുറേ കുട്ടികളും അതേപോലെ തന്നെ കോളേജ് കുട്ടികളും അതേപോലെ ദൂരെ നിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെന്നു. നമ്മുടെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 100 രൂപയാണ്. അതേപോലെ തന്നെ ബസ് ചാർജ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ബസ്സിന് നമ്മളെ ഒരേ സ്റ്റോപ്പിൽ കൊണ്ടിറക്കും. നമുക്കത് അവിടെ നിന്ന് കണ്ടതിന് ശേഷം അടുത്ത ബസ്സിൽ കയറിയിട്ട് അടുത്ത സ്റ്റോപ്പിൽ പോയി ഇറങ്ങാം. അപ്പോൾ അവിടെ എല്ലാം വിശദമായി കണ്ടിട്ട് പിന്നെയും ബസ് കയറാം. തിരിച്ച് നമ്മളെ അതേപോലെ തന്നെ ബസ്സിൽ കൊണ്ടാക്കും. അതിന് വരുന്നത് ഒരാൾക്ക് 35 രൂപയും അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ വരുന്ന എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 100 രൂപയുമാണ് കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം നല്ല കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ വേണ്ടി പറ്റിയത്. എല്ലാവരും അവിടെ പറയുന്നുണ്ട് മൃഗങ്ങളില്ല. ഇപ്പോൾ കുറേ വീഡിയോസിലെല്ലാവരും പറയുന്നുണ്ട് മൃഗങ്ങളൊന്നുമില്ല, മൃഗങ്ങളൊന്നും കാണാനില്ല, ആകെ മാനും മയിലൊക്കെ കുറച്ചുണ്ട്, പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുറന്നിട്ടിരിക്കുന്നത് എന്നൊക്കെ ഭയങ്കര കംപ്ലൈൻറ്റുകളുണ്ട്. കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് വഴിയേ പറഞ്ഞു തരാം. ഇതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് ഗൈസ്. ആനാക്കോണ്ട തൊട്ട് വലിയ വലിയ മനുഷ്യനെ തിന്നുന്ന തരത്തിലുള്ള മൃഗങ്ങൾ വരെ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു സത്യം നമുക്ക് വഴിയേ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കയറുന്ന വഴി. നമ്മൾ കാണുന്നത് കുറേ മീനുകളെയൊക്കെ അവർ വളർത്താനായിട്ട് കുറേ ടാങ്കുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാനായിട്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ അപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ കൊക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. എരണ്ട അങ്ങനെയുള്ള കുറേ കൊക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേയൊന്നും പറയാനായിട്ട് പറ്റില്ല, എന്നാൽ അത്യാവശ്യം ഇനി ഇതൊക്കെ വെറ്റ് പെരുകി കുറേ ആയി വരണം. സത്യം പറഞ്ഞാൽ ഒരു 4-5 വർഷം ചെല്ലുമ്പോഴത്തേക്കും ഇവിടേക്ക് അങ്ങ് നിറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ വരുന്ന എല്ലാവരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. മയിലാണെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു മയിലുകളുണ്ട്. അവരൊക്കെ ഇനി വലുതായി വരണം എല്ലാവരും. അപ്പോൾ അതേ നല്ല വെയിലാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, രാവിലെ പോകുന്ന ആൾക്കാരാണെങ്കിൽ കുട എന്തായാലും എടുത്തേക്കൂ. മൃഗശാലയാണ്, മരങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് കുട എടുക്കാതെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ശരിക്കും പെട്ടുപോകും. കാര്യം നല്ല വെയിലാണ് കേട്ടോ, നല്ല വെയിൽ, ഒരു രക്ഷയില്ല, നമുക്ക് അരിഞ്ഞുണങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തോ ഭാഗ്യത്തിന് കുട എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിരുന്നു. കാര്യം നല്ല വെയിലത്ത് ആ കുടയും പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ എന്തോ ഒരു സമാധാനം. പിന്നെ അവിടെ കുറച്ച് മീനുകളെയൊക്കെ കണ്ടു. അങ്ങനെ പിന്നെ അതേപോലെ അതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പം നല്ല വൃത്തിയുണ്ട്. അതേപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്, നല്ല പെർഫെക്റ്റ്. നമുക്ക് ഒരിടത്ത് ടോയ്ലറ്റിൽ പോയാലും അതേപോലെ ഏത് ഭാഗത്തേക്ക് പോയാലും അവിടെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അടിപൊളിയാണ്. ഇതേപോലെ തന്നെ എല്ലാവരും സംരക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ടിരിക്കും കേട്ടോ. ഇതേപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ ആ സൂവിൻ്റെ ഉള്ളിൽ കൂടി നടക്കുക എന്നൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പറയുകയാണ് കേട്ടോ. അപ്പോൾ പിന്നീട് നമ്മൾ കാണാൻ വേണ്ടി പോയത് എന്തിനായിരുന്നു, പിന്നെ അതേപോലെ കുറേ കൊക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനൊക്കെ എന്തൊക്കെയോ പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടായിരുന്നു. നമ്മൾക്ക് ഈ കമ്പി പോലെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നതുകൊണ്ട് ഒന്നിനെ സൂം ചെയ്ത് വൃത്തിക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഫുൾ കമ്പി ആയതുകൊണ്ടിട്ട് അതിനൊന്നും കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. സിൽവർ ടെസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ കണ്ടു ഇതിൽ. അപ്പം എത്തി വലിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ.
അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മളൊരു ഈ സംഭവം കണ്ടോ, ഇതിനെന്തെന്നാ പറഞ്ഞത്, കന്യാസ്ത്രീ കൊക്ക കേട്ടോ. ശരിക്കും കന്യാസ്ത്രീമാരുടെ ആ ഡ്രസ്സില്ലേ അതേപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, തലയിലൊരു വൈറ്റും അതൊരു ബ്ലാക്കൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഇരിപ്പ് കാണാനും അതേപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ആ കൊക്കിനെ നോക്കി എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും നടക്കണം കേട്ടോ. ഒരു കാത്തും കൊണ്ട് ഇവിടെ ഇരുന്നോളോ, ക്ഷീണായ? ആ സത്യോ, സത്യോട് കാത്തു കാണണോ? ക്ഷീണായോ? ഇപ്പൊ പോവണ്ടേ? അപ്പൊ ടൈഗറിനെ കാണണ്ടേ? ടൈഗറിനെ എല്ലാരും ടൈഗറിനെ കാണാൻ പോവാ. ഇതിലൊന്ന് ക്ഷീണം വന്നു ഗൈസ്, അതുകൊണ്ട് ഞങ്ങൾ സൂയിന്റെ ഫ്രണ്ടിൽ ബോർഡിന്റെ അവിടെ വന്നിരിക്കുകയാണ്. ഇതിലുണ്ട് ക്ഷീണം. അപ്പോൾ നമ്മുടെ ദിദിലുവിന് കുറച്ച് നടന്നപ്പോൾ തന്നെ ക്ഷീണം വന്നു. പിന്നെ നമ്മൾ ആ സൂവിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ കുറേ നേരം അവിടെ കുത്തിയിരുന്നിട്ടാ. പിന്നെ അത് കഴിഞ്ഞ് പതിയെ കയറിയപ്പോൾ അതിൻ്റെ മാനയൊക്കെ കാണാൻ തുടങ്ങി. നല്ല പുള്ളിമാനകളൊക്കെ ഉണ്ട് കേട്ടോ. അതിവിടെ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. നമുക്ക് ചെറിയൊരു ഗുഹ പോലെ ഇങ്ങനെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് ഇട്ട് നമുക്ക് കാണാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് മാനുകളും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തന്നെ മയിലുകൾ, തത്തകൾ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല. നമ്മൾ വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ അവരുടെ വഴിക്കൊക്കെ പോവാണ്. പിന്നെ അതുപോലെ മയിലുകളൊക്കെ വെയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു മരത്തിൻ്റെ അടിയിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഞങ്ങൾ കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ അതുപോലെ മരയണ്ണാനുണ്ടായിരുന്നു. അത് ഇതേപോലെ തന്നെ കുട്ടി എല്ലാം കുഞ്ഞുങ്ങളാണ്. ഇനി അതൊക്കെ വലുതായി വരണം. എല്ലാവരും പിടിച്ചുകൊണ്ട് ഒന്ന് ഇട്ടേ ഉള്ളൂ. അതുകൊണ്ട് ആൾക്കാരെ കാണുമ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ഷോയാണ് കേട്ടോ. അപ്പോൾ ആൾക്കാരൊന്നും നമ്മളുടെ ക്യാമറക്ക് പോസ് ചെയ്ത് തരുന്നില്ല. മരയണ്ണാനൊക്കെ അവരുടെ വഴിക്ക് നടക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ കുഞ്ഞുങ്ങളുടെ കുറച്ച് കളിയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പോകുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കുട എടുക്കുക. അതേപോലെ തന്നെ ഫുഡ് കോർട്ടുകളും കാര്യങ്ങളൊക്കെ എല്ലാ സ്റ്റോപ്പിലും ഉണ്ട് കേട്ടോ. അത്യാവശ്യം സ്നാക്സ്, ചായ, വെള്ളം, ജ്യൂസ്, ഷേക്ക് ഇതൊക്കെ കിട്ടുന്ന അത്യാവശ്യം നല്ലൊരു ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരു 3-4 ഓരോ സ്റ്റോപ്പിൽ നിർത്തുമ്പോഴൊക്കെ എല്ലായിടത്തും ഉണ്ട് ഫുഡ് കോർട്ട്. അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. കാര്യം നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഇത്രയും നടന്നു വരുമ്പോൾ എല്ലാവരും ക്ഷീണിക്കും. ഫസ്റ്റ് കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞിട്ട് ബസ് കയറി പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ കുറച്ച് കാണാനും ഉണ്ടാവും. അതേപോലെ ലാസ്റ്റ് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ ബസ് കയറി വരിക. കാരണം ഇത്രയും നടന്നു കഴിയുമ്പോൾ നമ്മൾ ടയേർഡാവും. തിരിച്ച് ഇങ്ങോട്ട് നടക്കാനായിട്ട് നമ്മൾ ഭയങ്കരമായിട്ടും നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ ബസ് കയറി തന്നെ പോകുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാര്യം അതുകൊണ്ട് നമുക്ക് വലിയ ക്ഷീണം ഉണ്ടായിരുന്നില്ല. അങ്ങോട്ട് നടന്നത് തന്നെ തിരിച്ച് ഇങ്ങോട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് ആകെ പെട്ടു. പിന്നെ അത് കഴിഞ്ഞത് ഇവിടെ ഒരു മാന ഞാൻ കണ്ടു. അപ്പോൾ ആ മാന കുറേ നേരം നിന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടോ. പിന്നെയും കുറേ ഇങ്ങനെ നടക്കാനായിട്ടാണ് ഉള്ളത്. നമ്മൾ ഇതിലുള്ളതുകൊണ്ട് ഭയങ്കര സ്ലോ ആയിട്ടാണ് കേട്ടോ നടന്നത്. രാവിലെ ഒരു 12:30 പോയിട്ട് തിരിച്ച് നമ്മൾ എത്തിയത് ഒരു 5:30-6:30 ആ ഒരു സമയത്താണ് കേട്ടോ. കാര്യം നമ്മൾ കുഞ്ഞുള്ളതുകൊണ്ട് പതിയെ നടന്നിട്ടാണ് കേട്ടോ. ഇതാണ് അടുത്ത സ്റ്റോപ്പ്. കാര്യം മെയിൻ എൻട്രൻസിൽ നിന്ന് നമ്മളെല്ലാ കാഴ്ചകളും കണ്ട് ബസ് കയറി പിന്നെ കൊണ്ടുവന്ന് നിർത്തുന്നത് നെക്സ്റ്റ് ഇവിടെയാണ് കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലും കുറേ കുരങ്ങന്മാർ, പാമ്പുകളൊക്കെ ഉണ്ടെന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷെ പാമ്പുകളൊന്നും നമ്മൾ കണ്ടില്ലായിരുന്നു. കാരണം പാമ്പുകളും അതേപോലെ തന്നെ വലിയ നല്ല മൃഗങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്തൊന്നുമില്ല, പറ്റിക്കലാണ്, വെറുതെ തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ്, കുറച്ച് മൃഗങ്ങളെ ഉള്ളൂ എന്ന്. ഇതിൻ്റെ അകത്ത് ആനക്കൊണ്ട മുതൽ വലിയ ഒരുപാട് മൃഗങ്ങളുണ്ട്. പക്ഷേ ഇതിങ്ങളൊന്നും ഉൾക്കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് നമ്മളുടെ ഇവിടെ ആ ഒരു ഇതുമായിട്ട് ഇണങ്ങി പോകുന്നില്ല. കമ്പികൾ വളക്കുന്നു. ഭയങ്കര ഉപദ്രവമുള്ള ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാരായതുകൊണ്ട് ഇവരെയൊക്കെ അവർ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പതിയെ ഇവരെ ഒരു 4 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുങ്ങളെല്ലാം പുറത്തിറക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അവിടെ ചെന്ന് നിന്നപ്പോൾ കുറേ കുരങ്ങന്മാരൊക്കെ വന്നിട്ടോ. ഇതിൽ ഭയങ്കര സംസാരമായിരുന്നു കുരങ്ങന്മാരായിട്ട് കേട്ടോ. അതുങ്ങൾ ഇങ്ങനെ എല്ലാം കുട്ടി കുട്ടി കുരങ്ങന്മാരാണേ. അപ്പോൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ സംഭവം. അപ്പം നിങ്ങൾ വെക്കേഷൻ ടൈമിലൊന്ന് വന്ന് നോക്കൂ. അപ്പോൾ ചിലപ്പോൾ അടിപൊളിയായിട്ടുണ്ടാവും, കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ തിരിച്ച് ഞാൻ പറഞ്ഞില്ല, അവിടെ നിന്ന് നമ്മൾ ബസ് കയറിയിട്ടാണ് അടുത്ത സ്റ്റോപ്പിലേക്ക് പോയി ഇറങ്ങിയത്. അല്ലാതെ നമ്മൾ ഫുള്ള് നടക്കാനാണെങ്കിൽ നന്നായിട്ട് നമ്മൾ ടയേർഡാവും. ഫ്രണ്ട്സൊക്കെ കൂടി വരുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അറിയില്ലായിരിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനെ പോകുന്നതാണ് ബെറ്ററായിട്ട് തോന്നിയതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പ് ഒന്ന് ബസ്സിന് കയറി തുടങ്ങി കേട്ടോ. പിന്നെ നമ്മളൊരു സംഭവത്തിനെ കണ്ടു ഗൈസ്. ഏറ്റവും എൻഡിൽ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ടൈഗറിനെയാണ് നമ്മൾ കണ്ടത് കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല രണ്ടെണ്ണം ഈ സൈസ്, നല്ല വലിയ സൈസ് ടൈഗറിനെ കണ്ടു. നല്ല ഗൗരവത്തിൽ ആശാൻ ഒരു 7 കിലോ ഇറച്ചി തിന്നിട്ട് ഇരിക്കുന്ന ഇരിപ്പാണെന്നാണ് അവിടുത്തെ ആൾ പറഞ്ഞത്. അതിൻ്റെ ക്ഷീണത്തിൽ ആൾ നല്ല പോലെ കിടന്ന് കിതക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ പട്ടി കിതക്കുന്നത് പോലെ പുലി കിടന്ന് കിതക്കുന്നത് നമ്മൾ കണ്ടു കേട്ടോ. കാര്യം നമ്മളവിടുത്തെ ഒരാൾ ചോദിച്ചായിരുന്നു ഇതെന്താ ഇങ്ങനെയെന്ന് പറയുമ്പോൾ ആൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റിലാണ്, അതുകൊണ്ട് അനങ്ങുന്നില്ല. പിന്നെ അതിൻ്റെ അവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നന്നായിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഏതോ ഒരു മൈസൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കാണുന്ന പോലത്തെ ഒരു സെറ്റപ്പായിരുന്നു കേട്ടോ. കാര്യം ചെറിയ ചെറിയ കോട്ടേജുകൾ, വെള്ളത്തിൻ്റെ നടുക്ക് ചെറിയൊരു സെറ്റപ്പ്, അങ്ങനെയൊക്കെ എന്തോ അത് കാണാനും അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ അതിൽ യമു ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഒട്ടകപ്പക്ഷിയുടെ ചെറുതാണെന്നാണ് വിചാരിച്ചത്. പിന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. ഇതിനൊക്കെ നല്ലപോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. മറ്റേതുപോലെ നെറ്റിട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ദിദുലുവിനെയും കുറച്ച് നേരം അവിടെ നിന്ന് കാണിച്ചൊക്കെ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ മൃഗശാലയിൽ വരുന്നത്. ഇത്രയൊക്കെ അപ്പോൾ നമ്മൾ വീഡിയോസിൽ കണ്ടതൊക്കെ തന്നെ ഇപ്പം നിലവിൽ അവിടെ ഉള്ളൂ. പക്ഷെ എന്നാലും ഒരു ദിവസം പോയി കഴിഞ്ഞാൽ എനിക്ക് ആ ടൈം വേസ്റ്റ് ആയതുപോലെ ഒന്നും തോന്നിയില്ല, അതല്ല ക്യാഷ് പോയതുപോലെയും തോന്നിയില്ല. കാര്യം കണ്ടിരിക്കാൻ എന്തൊക്കെയോ ഉണ്ട് അവിടെ. അതിൻ്റെ ഒരു ശാലീന ഭംഗിയോ എന്തൊക്കെയോ അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ കണ്ട ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നമുക്ക് നല്ല നല്ല ഫോട്ടോസ് എടുക്കാനും അതേപോലെ എന്തോ ഒരു ഭംഗിയാണ് ആ ഒരു സ്പേസ് കാണാൻ. വേറെ ഏതോ ഒരു നാട്ടിൽ പോയ പോലെ എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ അത്രയും നല്ലൊരു ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായ നമ്മൾ ഫോട്ടോ എടുക്കണം എന്നിട്ട് കുറേ പേര് നമുക്ക് ഫോട്ടോ എടുത്ത് തരുകയും ചെയ്തു കേട്ടോ. അപ്പം ഞാനത് നന്നായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കുറേ നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ഫോട്ടോസ് എടുക്കുക. ഇനി കുറേ നാൾ കഴിയുമ്പോൾ ഇനി ഫോട്ടോസൊന്നും അലൗഡ് അല്ല എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഫോട്ടോസ് എടുക്കുന്നതിലോ നമ്മൾ ഫുഡ് കൊണ്ടുവന്ന് കഴിക്കുന്നതിലോ ഒന്നും ഒരു കുഴപ്പവും ഇല്ല. ഇപ്പോൾ എല്ലാവരും ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. എനിക്ക് ചിലപ്പോൾ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഇതൊന്നും അലൗഡ് അല്ലെന്നുള്ള ബോർഡ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇപ്പം അത്ര വലിയ സെറ്റപ്പൊന്നും ആയി വരുന്നില്ല. അതേപോലെ അവിടെ ആൾക്കാർ പറഞ്ഞു ഇതിൻ്റെ ഏറ്റവും മലയുടെ മുകളിൽ അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെയുള്ള വലിയ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കതൊന്നും അറിയില്ല. കുറേ വിശേഷങ്ങൾ തൃശ്ശൂർ ഏഷ്യയിൽ നമ്പർ 2 ആവാൻ വേണ്ടി പോകാമെന്നാണ് പറഞ്ഞത് മൃഗശാല. അപ്പോൾ അത്രയും വലിയൊരു സെറ്റപ്പ് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വെക്കേഷൻ ഒന്ന് വന്ന് കണ്ട് നോക്കുക. ഇതാണ് നമ്മുടെ ബസ്സെന്ന് പറയുന്നത്. അവിടെ ഓടുന്ന 2 ബസ്സുകളിൽ ഒരെണ്ണം ഇതാണ്. അപ്പോൾ നമ്മൾ പോരാൻ നേരമായപ്പോൾ ഈ ബസ്സിൽ കയറി അങ്ങോട്ട് തിരിച്ച് പോയി, അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാം, റെസ്റ്റ് ചെയ്യാം, ബസ് വരും, കയറിപ്പോവാം. അങ്ങനെയാണ്. ഒട്ടകപ്പക്ഷിയാണ് എൻഡിൽ ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് കേട്ടോ. പിന്നെ അതേ നമ്മളിവിടെ കൊണ്ടുവന്ന് ബസ് ഇറക്കി. നമ്മൾ കയറിയ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ തന്നെ ബസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ കുറച്ച് നേരം നമ്മൾ ഫോട്ടോ എടുത്തപ്പോഴാണ് അവിടെ നമ്മൾ ക്യാമറയിൽ നോക്കുമ്പോൾ മാത്രം കാണുന്ന, എന്നാൽ നേരിട്ട് നോക്കുമ്പോൾ എന്തോ ഒരു ചെടി നല്ല ഭംഗിക്ക് നിൽക്കുന്ന പോലെ തോന്നുന്നുള്ളൂ. പക്ഷേ ക്യാമറയിൽ എടുത്തു കഴിഞ്ഞപ്പോൾ അത് പക്ക പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടോ. എൻ്റെ തലയുടെ മുകളിലായിട്ട് കണ്ടോ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് പുത്തൂരെന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ക്യാമറയിൽ എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കാണാം. പക്ഷെ നേരിട്ട് നോക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഭംഗിയുള്ള ചെടി വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന പോലെ തോന്നുള്ളൂ കേട്ടോ. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാൻ
പോകാൻ നേരത്ത് കാണാതെ പോയാൽ അല്ലെങ്കിൽ നമ്മളെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ് കേട്ടോ ഈ കിടക്കുന്നത്. അങ്ങോട്ട് പോയപ്പോൾ നല്ല വെയിലാണ്, നല്ല 12:30 മണി സമയമായതുകൊണ്ട് ആൾക്കൊട്ടും താല്പര്യമില്ലാഞ്ഞുകൊണ്ട് വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതിങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ചുമ്മാ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്നതെന്ന്. അല്ലായിരുന്നു ഗൈസ്. തിരിച്ച് വന്നപ്പോഴത്തേക്കും വെള്ളമൊക്കെ വെയിലൊക്കെ ഒരുവിധം ആറിയത് കൊണ്ടിട്ട് ആള് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും കയറി മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട്. ആരാണ്? നമ്മുടെ മുതലച്ചേട്ടൻ. നല്ലൊരു ഒത്ത സൈസുള്ള ആളായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാനും ചേട്ടനും കുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല സൈലൻ്റ് ആയതുകൊണ്ട് ആ വെള്ളത്തിൽ അങ്ങനെ തന്നെ കുറേ നേരം കിടന്നായിരുന്നു. അപ്പം നമ്മളവിടെ നിന്ന് കുറേ നേരം വീഡിയോ ഒക്കെ എടുത്തിട്ടോ. അത് പൊങ്ങുന്നുണ്ട്, അതിൻ്റെ വാ പൊക്കി നോക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ. അപ്പോൾ എനിക്കത് നല്ല കറക്റ്റായിട്ട് വീഡിയോ കിട്ടി. നല്ല സൈലൻ്റ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ വെയിലൊക്കെ ആറിക്കഴിഞ്ഞപ്പോൾ ആൾ കയറി വന്ന് കിടന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു, അതേപോലെ എല്ലാം മനസ്സിലായി, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്